ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാകൂവെന്നും ഹിസ്ബുള്ളയുടെ മനുഷ്യകവചം ആകരുതെന്നും ലെബനനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ യുദ്ധം ലെബനനിലെ ജനങ്ങൾക്കെതിരെയല്ലെന്നും ഹിസ്ബുള്ളക്കെതിരെയാണെന്നും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നടത്തിയ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലെബനൻ ജനതയെ അഭിസംബോധന ചെയ്ത് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലായിരുന്നു നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഹിസ്ബുള്ളയുടെ മനുഷ്യകവചമാകരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ലെബനിലെ ജനങ്ങളോട് നെതന്യാഹു അഭ്യർത്ഥിച്ചു. ഏറെക്കാലമായി നിങ്ങളെയെല്ലാം ഹിസ്ബുള്ള മനുഷ്യകവചങ്ങളായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജുകളിൽ മിസൈലുകളും അവർ ഒളിപ്പിക്കുന്നു. ഈ റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതയെയും ലക്ഷ്യമിട്ടാണ് വരുന്നത്. ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാകൂ. സുരക്ഷിത സ്ഥാനങ്ങൾ തേടണമെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശം ഗൗരവമായി എടുക്കണം. നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ അപകടത്തിലാക്കാൻ ഹിസ്ബുള്ളയെ അനുവദിക്കരുത്. ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് സുരക്ഷിതമായി തിരിച്ചുവരാമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന് പേരിട്ട സൈനിക നടപടിയിൽ IDF തിങ്കളാഴ്ച തെക്ക് കിഴക്കൻ ലെബനിലെ ഹിസ്ബുള്ള ഭീകരരുടെ കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള തുടർച്ചയായി നടത്തിവരുന്ന റോക്കറ്റ് ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഇസ്രായേൽ ആക്രമണം. 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലെബനിലെ 1100ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പറഞ്ഞു. ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ കമാൻഡായ അലി കരാക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണം. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിലെ 5 ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ 39 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.